കത്തോലിക്ക സഭയിൽ 24 വ്യക്തിഗത സഭകളുണ്ട്. 24 വ്യക്തിഗത സഭകളെ ചേർത്ത് പറയുന്ന പേരാണ് കത്തോലിക്ക സഭ. പലരും അതിനെക്കുറിച്ച് അവെയറാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട്. ഈശോ 12 ശിഷ്യന്മാരെ വിളിച്ചു. ആ 12 ശിഷ്യന്മാരെ കൂടെ കൊണ്ടു നടന്ന് കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു. ആ 12 ശിഷ്യന്മാരെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും പറഞ്ഞയച്ചു. ഒരു ശിഷ്യൻ, ഉദാഹരണത്തിന് തോമാസ് ലീഗ ഭാരതത്തിലേക്ക് വന്നു. തോമാസ് ലീഗ തന്നെ പേർഷ്യയിലേക്ക് പോയിട്ടുണ്ട്. പത്രോസ് ലീഗ റോമിലേക്ക് ചെന്നു. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ശിഷ്യന്മാർ പോയിട്ട് അവർ ചെയ്തതാണ്. അവർ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് അവിടെ ഓരോ സമൂഹങ്ങൾക്ക് രൂപം കൊടുത്തു. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ രൂപം കൊണ്ട സമൂഹങ്ങളെ പറയുന്ന പേരാണ് വ്യക്തിഗത സഭ അല്ലെങ്കിൽ റീത്ത്. പത്രോസ്ലിഹായുടെ ക്രിസ്ത്യാനുഭവവും റോമിലെ സാംസ്കാരിക പശ്ചാത്തലവും ഉൾച്ചേർന്ന് രൂപം കൊണ്ടൊരു സമൂഹം, അതാണ് ലത്തീൻ റീത്ത്, ലത്തീൻ സഭ. 130 കോടിയോളം ആളുകള് വിശ്വാസികൾ കത്തോലിക്കരായിട്ടുണ്ട്, നമുക്കറിയാം. അതില് വാസ്റ്റ് മജോറിറ്റി, ഭൂരിഭാഗവും പത്രോസ്ലിഹായുടെ ഈ ലത്തീൻ റീത്തിലെ അംഗങ്ങളാണ്. ഇനി തോമാസ് ലീഹ ഭാരതത്തിലേക്ക് വന്ന് തോമാസ് ലീഹായുടെ ക്രിസ്തു അനുഭവം അവിടെ പങ്കുവെച്ചു കൊടുത്തൊരു സമൂഹത്തിന് രൂപം കൊടുത്തു AD 52. അപ്പൊ ഇവിടുത്തെ ഭാരതത്തിലെ സാംസ്കാരിക പശ്ചാത്തലവും തോമാസ് ലീഹയുടെ ക്രിസ്ത്യാനുഭവം ചേർന്നുകൊണ്ട് അവിടെ സമൂഹ രൂപം കൊണ്ടു. ഇപ്പൊ സീറോ മലബാർ സഭ. അങ്ങനെ പല സ്ഥലങ്ങളിൽ രൂപം കൊണ്ട വ്യക്തിഗത സഭകളിൽ, റീത്തുകളില് ഇന്ന് ലോകത്തിലെ 24 റീത്തുകള് അല്ലെങ്കിൽ വ്യക്തിഗത സഭകളാണുള്ളത്. അതിലൊന്നാണ് ലത്തീൻ, അതിലൊന്നാണ് മലങ്കര, അതിലൊന്നാണ് സീറോ മലബാർ. ഈ ഓരോ റീത്തുകളിലെ അംഗസംഖ്യ നോക്കിയിട്ടല്ല, എല്ലാ റീത്തുകളും ഈക്വൽ ആണെന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുക. കാരണം 100 കോടി ആളുകളുള്ള ലത്തീൻ റീത്തും 50 ലക്ഷത്തോളം ആളുകളുള്ള സീറോ മലബാർ റീത്തും ഏതാനും ലക്ഷങ്ങൾ മാത്രമുള്ള സീറോ മലങ്കര റീത്തും എല്ലാം തുല്യമാണ്. തുല്യ ദൗത്യമാണ് ഓരോ വ്യക്തിഗത സഭകൾക്കുള്ളത്, ലോകമെമ്പാടും സുവിശേഷം അറിയിക്കുക. ഈ 24 വ്യക്തിഗത സഭകളിലൂടെ ഈശോയുടെ ദൈവിക പാരമ്പര്യം കൈമാറി വരുന്നുണ്ട്. ചാലുകളാണത്, 24 ചാലുകളാണ് യേശുവിൽ നിന്നും ഈ കാലഘട്ടത്തിലേക്ക് യേശുവിന്റെ പഠനങ്ങൾ കൈമാറി വരാനായിട്ട് ദൈവം നിയോഗിച്ചിരിക്കുന്നത്. ഈ 24 വ്യക്തിഗത സഭകളെ ചേർത്ത് പറയുന്ന പേരാണ് കത്തോലിക്ക സഭ. ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു ലത്തീൻ സഭയുടെ തലവൻ. റാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പാണ് സീറോ മലബാർ സഭയുടെ ഇപ്പോഴത്തെ തലവൻ. ക്ലീമിസ് പിതാവാണ് സീറോ മലങ്കര സഭയുടെ തലവൻ. അങ്ങനെ ഓരോ വ്യക്തിഗത സഭകൾക്കും അവരുടേതായിട്ടുള്ള തലവന്മാരുണ്ട്, മെത്രാന്മാരുടെ സിനഡുണ്ട്. ദൈനംദിന കാര്യങ്ങളൊക്കെ അതാത് സഭകളുടെ കാര്യം തീരുമാനമെടുക്കുക മെത്രാന്മാരുടെ സിനഡാണ്. ഫെയ്ത്ത് ആൻഡ് മോറൽസ്, വിശ്വാസം, ധാർമ്മികത, ഈ കാര്യങ്ങളിൽ 24 വ്യക്തിഗത സഭകളിന്മേലും മാർപ്പാപ്പയ്ക്കാണ് ഫുൾ പവറുള്ളത്. അപ്പൊ മാർപ്പാപ്പയാണ് ഈ ഫെയ്ത്ത് ആൻഡ് മോറൽസിന്റെ കാര്യങ്ങളിൽ എല്ലാ വ്യക്തിഗത സഭകളെയും ക്രോഡീകരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവവർബ് നമ്പർ 9 കൃത്യമായിട്ട് പറയുന്നുണ്ട്, ബൈബിൾ ആൻഡ് ഡിവൈൻ ട്രഡീഷൻ ഈസ് ഈക്വലി ഇമ്പോർട്ടന്റ്. തുല്യ പ്രാധാന്യം അറിയിക്കുന്ന പറയുന്നത്. ബൈബിളിലൂടെ യേശുവിന്റെ പഠനങ്ങൾ കൈമാറി വരുന്ന പോലെ തന്നെ 24 വ്യക്തിഗത സഭകളിലൂടെയും യേശുവിന്റെ പഠനങ്ങൾ കൈമാറി വരുന്നുണ്ട്. അപ്പൊ അത് കാത്തു സൂക്ഷിക്കണം, അത് മാറ്റം വരുത്താതെ അടുത്ത തലമുറയ്ക്ക് കൈമാറി കൊടുക്കണം. ഈ ഒരു ദൗത്യമാണ് ഓരോ ക്രൈസ്തവനും സഭയിലുള്ളത്. അപ്പൊ മാർപ്പാപ്പ വളരെ കൃത്യമായിട്ട് നിഷ്കർഷ കൊടുത്തിട്ടുണ്ട്, ഒരാളും ഒരു രീതിയിൽ നിന്ന് വേറെ ഇതിലേക്ക് മാറാൻ പാടില്ല. അത് മാർപ്പാപ്പയുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ മാറാൻ പാടുള്ളൂ.
മെത്രാന്മാർക്ക് കൂടി മാറ്റാൻ അനുവാദമില്ല. അത്ര സ്ട്രിക്റ്റായിട്ട് ഓരോ വ്യക്തിഗത സഭയിലൂടെ കൈമാറി വരുന്ന ദൈവിക പാരമ്പര്യം കാത്ത് സംരക്ഷിക്കപ്പെടണമെന്നുള്ള നിർബന്ധമാണ്. കുർബാനയിലോ അല്ലെങ്കിൽ ആരാധനക്രമത്തിലോ തോന്നിയ പോലെ അച്ഛന്മാരോ മെത്രാന്മാരോ മാറ്റി മാറ്റി ചെല്ലാനൊന്നും പാടില്ല. അതാത് ടെക്സ്റ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഈ കടുംപിടുത്തം വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല, വാശി വൈരാഗ്യമൊന്നുമല്ല. ഈശോയുടെ പഠനങ്ങൾ അതിൽ മായം ചേർക്കപ്പെടാൻ പാടില്ല. അത് വരും തലമുറയ്ക്ക് കൈമാറി കൊടുക്കണം. അത് നിന്ന് പോകാൻ ഇടവരരുത്. ഇപ്പൊ ചെറിയ വ്യക്തിഗത സഭകളൊക്കെ ഉണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പൊക്കൊള്ളാൻ പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിയ പോലെയാകും. ഏതെങ്കിലും വ്യക്തിഗത സഭകളിലൂടെ കൈമാറി വരുന്ന ക്രിസ്തുവിന്റെ പഠനങ്ങൾ ഇല്ലാതാവും അടുത്ത തലമുറയ്ക്ക്. ആ ഒരു കാര്യം മനസ്സിലാക്കി ആരാധനക്രമത്തിൽ ലിറ്റർജിയിലും കൃത്യമായിട്ട് സ്വയം പ്രേരിത പ്രാർത്ഥനകൾ ചൊല്ലി കുർബാന കർപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെയ്യാൻ പാടില്ല. അത് പബ്ലിക് വർഷിപ്പാണ്. അതിലൂടെ ഈ ബൈബിൾ പോലെ തന്നെ പ്രാധാന്യം ഉണ്ടെന്നാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറയുന്നത്, ലിറ്റർജി ആരാധനാക്രമ ടെക്സ്റ്റുകൾക്കൊക്കെ. അതുകൊണ്ടാണ് ഇപ്പോ നമ്മുടെ ദിവ്യരഹസ്യഗീതത്തില് സീറോ മലബാർ കുർബാന ദിവ്യരഹസ്യഗീതത്തില് ഔസേപ്പിതാവിന്റെ പേര് കൂട്ടിച്ചേർക്കാനായിട്ട് മെത്രാന്മാരുടെ സീനോടൊക്കെ തീരുമാനിച്ചു. പോരാ, മാർപ്പാപ്പയുടെ അപ്രൂവൽ കിട്ടിയിട്ടാണ് ഒരു വാക്ക് കൂട്ടിച്ചേർത്തത്. ഔസേപ്പിതാവ് ഒരു വാക്ക് കൂട്ടിച്ചേർത്തത്. കാരണം ആ ടെക്സ്റ്റിലൊക്കെ മാനിപ്പുലേഷൻ വന്നു കഴിഞ്ഞാൽ ജീസസിന്റെ പഠനങ്ങളാണ് വരും തലമുറയ്ക്ക് ഇല്ലാതാകുന്നത്. ഇപ്പൊ നോക്ക്, നമ്മുടെ ഞാൻ പറഞ്ഞു വന്നത് കൊണ്ടാണ് വിശ്വാസ പ്രമാണ പ്രാർത്ഥന ആരാധനക്രമത്തിലെ അത് AD 325 നിക്കിയ സുനാദോസിലും AD 381 കോൺസ്റ്റാന്റിനോപ്പിൾ സുനാദോസിൽ നിന്ന് വരുന്നതാ. അത്ര കാലം പഴക്കമുള്ള അന്നത്തെ ആളുകളുടെ വിശ്വാസമാണ് തലമുറയായിട്ട് കൈമാറി 2025 എത്തിയിരിക്കുന്നത്. ഞാൻ തോന്നിയമാതിരി മാറ്റി നല്ല മലയാളം ഉപയോഗിച്ച് വിട്ടു കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് യേശുവിന്റെ പഠനങ്ങൾ തന്നെ കിട്ടുക, എന്റെ പഠനമല്ലേ കിട്ടുക. സോ യു ഹാവ് ടു ബി വെരി സ്ട്രിക്റ്റ്. അത് വേറൊരു ലക്ഷ്യമല്ല, വാശിയും കടുപ്പിടുത്തമൊന്നുമല്ല. ഈശോയുടെ പഠനങ്ങൾ മായം കലരാതെ വരും തലമുറയ്ക്ക് കിട്ടണം. അത് നഷ്ടപ്പെട്ടു പോകാൻ ഇടവരരുത്. ഇപ്പൊ ഞാൻ അതുകൊണ്ട് ആരാധനക്രമ കാര്യങ്ങളിൽ ഞാൻ വിശ്വസ്തത പുലർത്തി വെക്കൂ. ബീയിങ് ദ ബിഷപ്പ് or being a priest or being a layman, everybody is responsible. ഫെയ്ത്ത്, ലിറ്റർജി, ലൈഫ് സ്റ്റൈൽ ഓരോ വ്യക്തിഗത സഭകളിൽ 24 വ്യക്തിഗത സഭകളുണ്ട്. ഇപ്പൊ ഡിവൈൻ ട്രഡീഷൻ എന്ന് പറയുന്നത് ഈ വ്യക്തിഗത സഭകളുടെ വിശ്വാസം, ആരാധനക്രമം, ജീവിതശൈലി 24 വ്യക്തിഗത സഭകളുടെ. അതുകൂടാതെ നമുക്ക് യേശുവിന്റെ കാലത്ത് എങ്ങനെയാണ് ഒരു കാര്യം മനസ്സിലാക്കിയെന്ന് അറിയാനായിട്ട് സഭാപിതാക്കന്മാർ എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട്. 25 സഭാപിതാക്കന്മാരുടെ, അത് കർത്താവിന്റെ കാലഘട്ടം മുതൽ ഉള്ള എഴുതിയ ആൾക്കാരുടെയൊക്കെ ഉണ്ട്, നമ്മുടെ ഉണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച് പഠിച്ചാൽ മനസ്സിലാവും എന്താണ് ഈശോ ഉദ്ദേശിച്ചതെന്ന്. ചിലർ പറയും കുർബാന ഈശോ ഇതാണ് ഉദ്ദേശിച്ചെന്നൊക്കെ പറയും. പക്ഷെ അന്ന് കാലത്ത് എങ്ങനെയാണ് കുർബാനയിൽ പങ്കുകൊണ്ടിരുന്ന ആളുകള്, കുർബാന എങ്ങനെയാണ് നോക്കിക്കൊണ്ടിരുന്നത് അന്നത്തെ കാലത്ത്, ഈശോയുടെ കാലത്ത് പിരിക്കി കാറ്റുകൊള്ളുമ്പോൾ തോന്നണമല്ല. സഭാപിതാക്കന്മാരുടെ ഗ്രന്ഥങ്ങൾ പഠിക്കണം. ഡിവൈൻ ട്രഡീഷന്റെ ഭാഗമാണത്. പിന്നെ 21 സൂനാദോസുകളുണ്ട്. AD 325 സൂനാദോസാണത്. AD 381 സൂനാദോസ്. അങ്ങനെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വരെ 21 സൂനാദോസുകൾ, ഡിഗ്രികൾ. അതിലൂടെയൊക്കെ യേശുവിന്റെ പഠനങ്ങൾ എന്താണെന്ന് കൃത്യമായി നിർണ്ണയിക്കപ്പെട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ പഠിച്ച് അത് തെറ്റുകൂടാതെ കാത്തു സൂക്ഷിക്കുക, വരും തലമുറയ്ക്ക് കൈമാറുക. അതാണ് നമ്മുടെ ദൗത്യം, ഒരു ക്രൈസ്തവന്റെ ദൗത്യം. അത് നമ്മൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം. ഇങ്ങനെ 24 വ്യക്തിഗത സഭകളുണ്ടെന്ന് ആദ്യം തന്നെ. അതിൽ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയിരിക്കണം, ഏത് സഭയിലാണെന്ന്. അവിടെ അംഗസംഖ്യ നോക്കിയിട്ടോ ഞാനൊരു മദാമ്മ പോകുമ്പോൾ അതാണ് എൻ്റെ അമ്മ എന്ന് ഞാൻ പറയില്ല. എൻ്റെ അമ്മ എത്ര മുഖം ചുക്കിച്ചൊളിഞ്ഞ അമ്മയാണെങ്കിലും അതെന്താ എൻ്റെ അമ്മ തന്നെയാണ്. അപ്പൊ നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാനുഷിക ആകർഷണം കണ്ടു പോകരുത്. എനിക്ക് ദൈവം തന്നിരിക്കുന്ന വിശ്വാസ പാരമ്പര്യമുണ്ട്, അത് ഞാൻ കാത്തു സംരക്ഷിക്കണം, വരും തലമുറ കൈമാറണം. ഇറ്റ്സ് മൈ ഡ്യൂട്ടി. അപ്പൊ AD 325 AD 381 സുനാദോസുകളിലൂടെ രൂപം കൊണ്ട വിശ്വാസ പ്രമാണ പ്രാർത്ഥന ചെല്ലുന്നതിന്റെ ആ ഭംഗി, ആസ്വാദ്യത അന്നത്തെ കാലത്ത് ആളുകളുടെ വിശ്വാസത്തെ മനസ്സിലാക്കാനായിട്ട് എന്നെ സഹായിക്കുന്നു, വരും തലമുറ സഹായിക്കുന്നു. ആ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാനായിട്ടാണ് ഞാൻ ഈ സഭയുടെ സ്ട്രക്ചർ ജസ്റ്റ് സൂചിപ്പിച്ചത്.